കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. സ്വരമുയർത്തി. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. ശക്തിയോടെ പരിശുദ്ധൻ, അഭിഷേകത്തോടെ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. ശ്രാപ്പന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. ചേർന്ന് പാടാം. പരിശുദ്ധൻ കരങ്ങളുയർത്തി. പരിശുദ്ധൻ സ്വരമുയർത്തി. കർത്താവേ, നീ പരിശുദ്ധൻ. ശക്തിയോടെ പരിശുദ്ധൻ, അഭിഷേകത്തോടെ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവം ചൊരിയുന്ന വലിയ കാരുണ്യത്തിന്റെ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. രണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഏറ്റുമാനൂരിൽ നിന്ന് റോജോ എന്ന സഹോദരൻ എഴുതി, ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു വീടില്ല, വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കാരണം വിദേശത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എല്ലാം പരാജയങ്ങൾ മാത്രമായിരുന്നു ഫലം. ഒന്നും ശരിയാകാതെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ സുഹൃത്ത് വഴി ഇവിടെ വരികയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആദ്യം അമ്മയാണ് വന്നത്. ബ്രദറിനെ വിളിച്ചപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്നവർ വന്ന് ആരാധനയിൽ പങ്കുചേരാൻ പറഞ്ഞു. ബ്രദറിനെ കണ്ടപ്പോൾ 6 ആഴ്ച കൂടുവാൻ പറഞ്ഞു. അഭിഷേകത്തോടെ വിളിക്കാമോ? സിനി എന്ന സഹോദരി നീറിക്കാടുന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ അനുജന്റെ വിവാഹം കഴിഞ്ഞ് മാർച്ച് 11 നടന്നു. സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ കാലിലെ മരുന്നിന്റെ അലർജി മൂലം പൊട്ടി വ്രണമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ മാർട്ടിൻ ബ്രദറിനെ കണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ കാലിലെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച സാക്ഷ്യം എഴുതിയിട്ടുള്ളാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി കാലിലെ അസുഖം പരിപൂർണമായിട്ട് സൗഖ്യം. എൻ്റെ കാലിന്റെ പാദ തൊട്ട് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ വ്രണമായിട്ട് ചൊറിഞ്ഞു പൊട്ടി ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന കാൽപാദം. ഞാനത് കണ്ട് ശിരസിൽ കൈവച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, എൻ്റെ കാരുണ്യം ഈ മകളുടെ ശരീരത്തിൽ വെളിപ്പെടുത്തണമേ. ദിവ്യകാരുണ്യ ഈശോ ആ ശരീരത്തിൽ വെളിപ്പെട്ടു. ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. സെബാസ്റ്റ്യൻ എന്ന സഹോദരൻ തൊടുപുഴയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയും ശുശ്രൂഷ ആരംഭിച്ച ഏകദേശം കുറച്ച് കാലഘട്ടം കഴിഞ്ഞതോടെ തന്നെ ഇത് കേട്ടറിഞ്ഞ് ഈ ആലയത്തിൽ വന്ന് ശുശ്രൂഷയിൽ പങ്കുചേർന്ന സഹോദരന്റെ സാക്ഷിയുണ്ട്. 1 വർഷമായി എൻ്റെ മൂത്ത മകള് IELTS പഠിച്ചു. 2 പ്രാവശ്യം എക്സാം എഴുതി, പരാജയപ്പെട്ടു. എൻ്റെ രണ്ടാമത്തെ മകളും ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. 2 നിയോഗങ്ങളാണ്. മകൾ IELTS, ഒരു മകള് IELTS പാസ്സാകണം, മറ്റേ മോള് ജോലി ലഭിക്കണം. ഈ 2 നിയോഗങ്ങൾ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ തുടർച്ചയായിട്ട് വർഷങ്ങളോളമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി. 2 മക്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുകയും 1 നടന്ന ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ദിവ്യകാരുണ്യ സന്നിധിയിൽ പൂക്കൾ വെച്ച് അലങ്കരിക്കാമെന്ന് നിയോഗം വെച്ച് ഈ 2 കാര്യങ്ങൾ സാധിച്ചാൽ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നന്ദി സൂചകമായിട്ട് പൂക്കൾ വെച്ച് ആരാധന ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ആരാധന നടത്താമെന്ന് നിയോഗം വെച്ചു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കഴിഞ്ഞ മെയ് 30 IELTS പരീക്ഷയിൽ നല്ല മാർക്കോടെ ജയിക്കുകയും അതേസമയം തന്നെ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി. 2 നിയോഗത്തിന്റെ മേലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വലിയ പ്രതീക്ഷയോടെ വിളിക്കാമോ? സൗഖ്യത്തിനായിട്ട് വിളിക്കാമോ? അനുഗ്രഹത്തിനായിട്ട് വിളിക്കാമോ? അഭിഷേകത്തിനായിട്ട് വിളിക്കാമോ? സർവശക്തന്റെ ശക്തിക്കായിട്ട് വിളിക്കാമോ? കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ. പാടാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം.
പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 3 വർഷമായി എറണാകുളത്തു നിന്ന് ഈ ദേവാലയത്തിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഒരു സഹോദരൻ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിൽ ഇട്ടുകൊണ്ടിരുന്ന വസ്തുവിൽ എന്തോ മായം കലർത്തപ്പെട്ട് ഭക്ഷണ സാധനമോ ആ സാധനത്തിലുള്ള മായം കലർന്നിരുന്നു. അദ്ദേഹത്തിന് ആ കേസ് ഇദ്ദേഹത്തിന്റെ പേരിൽ വന്നു. ആ കമ്പനിയിലേക്ക് വന്ന കേസ് ഇദ്ദേഹത്തിന്റെ പേരിലായ കേസ്. 2007 മുതൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ കേസ് 15-ാം തീയതി വിധി വരികയും ആ കേസിൽ നിന്ന് പരിപൂർണമായ മോചനം ലഭിക്കുകയും ചെയ്തെന്ന് ആ സഹോദരനെ സാക്ഷ്യപ്പെടുത്തുകയും. മായം കലർന്ന കേസാണ്. അകത്ത് പോകാനായിട്ട് ഏറെ സാധ്യതയുണ്ടായിരുന്ന ഒരു കേസിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചു. ഈ ലോകത്തിന്റെ നിയമങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ ശക്തി ജയിലറിലേക്ക് കടന്നുപോകുന്ന വ്യക്തിയുടെ മേല് കടന്നുവന്ന അനർത്ഥത്തെ യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണമായ വിടുതൽ നൽകി അനുഗ്രഹിച്ച അത്ഭുത നിമിഷം. കരങ്ങളുയർത്തി വിശ്വസ്തനായതുകൊണ്ട് 3 വർഷം തുടർച്ചയായിട്ട് വിശ്വസ്തയോടെ പ്രതീക്ഷയോടെ കർത്താവിന്റെ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം ആ വിശ്വസ്തരുടെ മേല്, ആ വിശ്വാസത്തിന്റെ മേല് വെളിപ്പെട്ടു. മക്കളെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ചേർന്ന് പാടാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കുതന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കുതന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കുതന്നവൻ എന്നെ മാനിച്ചിടും. ലൈസമ്മ എന്ന സഹോദരി 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ ആലയത്തിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തി. മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. മകള് BBM ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിക്കുകയായിരുന്നു. പരീക്ഷ പ്രയാസമായിരുന്നുകൊണ്ട് മകൾക്ക് വിജയിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. തുടർ പഠനത്തിന് സാധിക്കുമെന്ന് ഒട്ടും വിശ്വാസവും ഇല്ലായിരുന്നു. മകൾക്ക് വേണ്ടി ഞാൻ ആരാധന നടത്തുകയും പരീക്ഷ ജയിച്ചാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടെ പാസ്സാകുകയും നല്ലൊരു കോളേജിൽ MBAക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയ പോലൊന്നിച്ച് പാടാം. മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയ പോ എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിടുമേ. എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിടുമേ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും,
കാത്തിരിക്കുന്നു ദൈവപ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കുതന്നവൻ എന്നെ മാനിച്ചിടും. 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 സ്ഥിരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി സാക്ഷിയുടെ അന്നമ്മ എന്ന സഹോദരി സാക്ഷിയുടെ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷിയിടുന്നത്. മകൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാത്തിനും തടസ്സമായിരുന്നു. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച സൗദിക്ക് പോകാൻ ടിക്കറ്റ് വന്നു. അങ്ങനെ പോകുവാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ എവിഡൻസ് സർട്ടിഫിക്കറ്റ് ശരിയല്ലെന്ന് പറഞ്ഞ് 1.5 മണിക്കൂർ തടഞ്ഞു വെച്ചു. അവൾ എന്നെ വിളിച്ച് പറഞ്ഞു. ഉടനെ ഞാൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ബ്രദർ പറഞ്ഞു കുർബാനയോ ആരാധനയോ ഏതെങ്കിലും നേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിദേശത്ത് കയറി പോകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറി. കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി നിയോഗത്തിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ നിയോഗത്തിന്റെ മേലും ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെയും നിയോഗത്തിന്റെ മേല് ദൈവത്തിന്റെ ശക്തി, സാന്നിധ്യം, അഭിഷേകം, കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. പോരാടുവിൻ, നാം പോരാടുവിൻ, ഇരുളിൻ കോട്ടകൾ തകർത്തു മുന്നേറിടാം. പോരാടുവിൻ, നാം പോരാടുവിൻ, ഇരുളിൻ കോട്ടകൾ തകർത്തു മുന്നേറിടാം. വിടുതൽ പ്രാപിക്കാം, ബിരുദ് പ്രാപിക്കാം, ക്രിസ്തുവിൻ ജയക്കൊടി ഉയർത്തി വാട്ടിടാം. വിടുതൽ പ്രാപിക്കാം, ബിരുദ് പ്രാപിക്കാം, ക്രിസ്തുവിൻ ജയക്കൊടി ഉയർത്തി കരങ്ങൾ ഉയർത്തി പാടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താ ജയം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താ ജയം. അഭിഷേകത്തോടെ കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. ശത്രുവിൻ തല തകർക്കാൻ ശക്തിയുള്ളതാം വചനമെന്ന വാളെടുത്ത് പോരാടിടാം. ശത്രുവിൻ തല തകർക്കാൻ ശക്തിയുള്ളതാം വചനമെന്ന വാളെടുത്ത് പോരാടിടാം. വിശ്വാസ പരിചയേന്തി ശക്തരായി നാം പ്രാർത്ഥനയിൽ ജാഗരിച്ചു മുന്നേറിടാം. വിശ്വാസ പരിചയേന്തി ശക്തരായി നാം പ്രാർത്ഥനയിൽ ജാഗരിച്ചു മുന്നേറിടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താ ജയം. ചേർന്ന് പാടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താ ജയം. പോരാടുവിൻ, നാം പോരാടുവിൻ, ഇരുളിൻ കോട്ടകൾ തകർത്ത് മുന്നേറിടാം. പോരാടുവിൻ, നാം പോരാടുവിൻ, ഇരുളിൻ കോട്ടകൾ തകർത്ത് മുന്നേറിടാം. വിടുതൽ പ്രാപിക്കാം, ബിരുദ് പ്രാപിക്കാം, ക്രിസ്തുവിൻ ജയക്കൊടി ഉയർത്തി വാട്ടിടാം. വിടുതൽ പ്രാപിക്കാം, ബിരുദ് പ്രാപിക്കാം, ക്രിസ്തുവിൻ ജയക്കൊടി ഉയർത്തി വാട്ടിടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താ ജയം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താ ജയം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം,
ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം, ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം, ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം, ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം, ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം, ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. പാറമ്പുഴയിലുള്ള ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തി, ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്യുകയാണ്. ഞങ്ങൾ ഇരട്ട സഹോദരിമാരാണ്. എന്റെ കൂടെയുള്ള സഹോദരിക്ക് വിദേശത്ത് പോകുവാനായിട്ട് സെലക്ഷൻ കിട്ടി. എനിക്ക് വളരെ സങ്കടകരമായി പോയത്. അതുകൊണ്ട് എന്റെ അമ്മ പറഞ്ഞു കൊച്ചി ഇങ്ങോട്ട് പോരാൻ. ഞാൻ മെയ് 1-ാം തീയതി ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു. എന്റെ അമ്മ സ്ഥിരമായി കുടമാടൂർ പള്ളിയിൽ ആരാധന കൂടുന്നയാളാണ്. അമ്മ പറഞ്ഞു നമുക്ക് 5-ാം തീയതി വെള്ളിയാഴ്ച കുടമാടൂർ പള്ളിയിൽ പോയി ആരാധനയിൽ പങ്കെടുക്കാമെന്ന്. ആരാധന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്കൊരു ജോലി ഈ നാട്ടിൽ ലഭിക്കുവാൻ വേണ്ടി. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ മാസം തന്നെ 8-ാം തീയതി തിങ്കളാഴ്ച ഭാരത് ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ നടന്നു. അങ്ങനെ ജോലി ലഭിച്ചു എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി. കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്ന തമ്പുരാന്റെ ആ വലിയ സ്നേഹത്തെയാണ് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ കണ്ണു തുറന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് യേശുവിലേക്ക് നോക്കുകയാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. ലജ്ജാകരമായ അവസ്ഥകളെ ഏറ്റെടുക്കുന്ന തമ്പുരാന്റെ സ്നേഹം. കണ്ണു തുറന്ന് നഗ്നനേത്രം കൊണ്ട് യേശുവിനെ കാണുകയാണ്. പ്രിയ ദൈവമക്കളെ, ലാറ്റിൻ അമേരിക്കയില് ഒരു സഹോദരി ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാനയില് യേശുവിന്റെ മുഖം വെളിപ്പെട്ട് കിട്ടി. ലാറ്റിൻ അമേരിക്കയില് ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തില് യേശുവിന്റെ മുഖം വ്യക്തമായിട്ട് ആ സഹോദരിക്ക് വെളിപ്പെട്ട് കിട്ടി. ആ സഹോദരിക്കുണ്ടായിരുന്ന ഒരു രോഗപീഠ ആ സമയത്ത് ശരീരത്തിൽ നിന്ന് വിട്ടകന്നുപോയി. കണ്ണു തുറന്ന് നഗ്നനേത്രം കൊണ്ട് ഒന്ന് നോക്കിക്കേ, വിശ്വാസത്തോടെ ഒന്ന് നോക്കിക്കേ. ജീവനുള്ള ദൈവ ഈ അപ്പത്തോട് ചേർന്ന് നിൽക്കുകയാ ദൈവത്തിന്റെ കാരുണ്യം. സൗഖ്യം ലഭിക്കുന്നത് അപ്പത്തിൽ നിന്നാണ്. ഈ അപ്പത്തോട് ചേർന്ന് നിൽക്കുന്ന യേശുവാണ് ഓരോ മകനെയും മകളെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശോയെ സുഖപ്പെടുത്തണേ, അനുഗ്രഹിക്കണേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നട്ടലിന് വേദനയുള്ള വ്യക്തികളെ ഈശോ പരിപൂർണമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? വലിയ സ്നേഹത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ദൈവം ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഏതാനും ചില സാക്ഷ്യങ്ങൾ മാത്രമേ ഇവിടെ വായിച്ചിട്ടുള്ളൂ. നിരവധിയായ സാക്ഷ്യങ്ങൾ ദൈവമക്കൾ എഴുതി തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. എല്ലാം നമുക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കും, സമയമില്ലാത്തത് കൊണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും തമ്പുരാന്റെ മുമ്പിൽ നന്ദി പറയുകയും ഈശോയെ കൂടുതൽ കൂടുതൽ അനുഗ്രഹം നൽകിക്കൊണ്ട് അവിടുത്തെ മഹത്വം ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അനേകായിരങ്ങള് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനുള്ള വലിയ അഭിഷേകം നമ്മളിലൂടെ പകരപ്പെടണം. അതാഗ്രഹിച്ചേ അപ്പസ്തോലന്മാർ യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ അനേകായിരങ്ങൾ മാനസാന്തരപ്പെട്ടു എങ്കിലോ നമ്മളിലൂടെ അനേകായിരങ്ങള് ദൈവസന്നിധിയിലേക്ക് അടുക്കപ്പെടണം, യേശുവിലേക്ക് അടുക്കണം. സമറിയാക്കാരി സ്ത്രീ തനിക്ക് കിട്ടിയ വലിയ ദൈവാനുഭവം പങ്കുവച്ചപ്പോൾ, അവളുടെ ജീവിതത്തിന്റെ മാറ്റം കണ്ടപ്പോൾ ആ ദേശത്തുണ്ടായിരുന്ന മക്കളെല്ലാവരും കർത്താവിനെ യേശുവിനെ കാണുവാനായിട്ട് കടന്നു വന്നു. ഈശോയെ ഞങ്ങളിലൂടെ
ആയിരങ്ങളിലേക്ക് ദൈവകൃപ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമായി എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അനേകം മക്കള് വളരെ വേദനയില്, ദുഃഖത്തില്, ആകുലതയില്, തകർച്ചയില് ഒക്കെ കഴിയുന്ന മക്കളുണ്ട്. അവർക്കൊക്കെ കർത്താവിന്റെ മഹത്വം ഈ ആലയത്തിൽ വന്ന് അനുഭവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരഹൃദയത്തോട് നമുക്ക് ചേർത്ത് വെക്കാം. ക്യാൻസർ രോഗിയായ ഒരു സഹോദരിയെ കണ്ടുമുട്ടിയപ്പോൾ ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം, 3-4 വർഷമായിട്ട് ക്യാൻസർ രോഗം പിടിവിട്ട് കിടക്കുന്ന സഹോദരിക്ക് കർത്താവിന്റെ ആലയത്തില് ഈ സൗഖ്യ അനുഭവ ശുശ്രൂഷയില് പങ്കുചേരാൻ ഒത്തിരിയേറെ മക്കൾ പറഞ്ഞിട്ടും വരാൻ സാധിച്ചില്ല. പിതാവ് ആകർഷിക്കപ്പെടാതെ ആരും പുത്രന്റെ സൗഖ്യത്തില് പങ്കുചേരുന്നില്ല. പുത്രനിലൂടെ അവിടുന്ന് നേടിത്തന്ന വലിയ സൗഖ്യാനുഭവത്തില് പങ്കുചേരണമെങ്കിൽ പിതാവായ ദൈവം ആകർഷിക്കപ്പെടാതെ ഒരുവനും പുത്രന്റെ സൗഖ്യത്തില് പങ്കുചേരുന്നില്ല, പുത്രന്റെ സമാധാനത്തില് പങ്കുചേരുന്നില്ല. ഞാനും നിങ്ങളും ഈ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ ദൈവമായ കർത്താവ്, പിതാവായ ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ടാണ്. കണ്ണുകൾ ഒരു നിമിഷം അടച്ച് എത്ര വലിയ കാരുണ്യം! ഈ ഇടവകയിൽ എത്രയേറെ മക്കളുണ്ട്. ലോകത്തിന്റെ മോഹങ്ങളിൽ കഴിയുന്ന എത്രയേറെ മക്കൾ ഈ സമയത്ത് ഭവനങ്ങളിലുണ്ട്. TV ഒക്കെ കണ്ട് സുഖമായിട്ട് കടന്നുറങ്ങുന്ന ഒത്തിരിയേറെ മക്കള് ഈ ഇടവകയിൽ തന്നെയുണ്ട്, ഈ ദേശത്തുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുവാൻ, ഇത്രയും ആഴ്ചകളിലോ, ഇത്രയും മാസങ്ങളിലോ, ഇത്രയും വർഷങ്ങളിലോ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ അവിടുന്ന് നമ്മോട് കാണിച്ച അനന്തമായ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. എറണാകുളത്തുള്ള സഹോദരൻ സാക്ഷ്യപ്പെടുന്നുണ്ട്, 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ കർത്താവിന്റെ ആലയത്തിൽ വന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടാതെ ഒരുവനും ദൈവസന്നിധിയിൽ എത്തുന്നില്ല. ഈശോയെ, അയോഗ്യനായിരുന്നിട്ടും പാപിയായിരുന്നിട്ടും അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുക. ഈ അവകാശത്തില് കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ഈ അവകാശത്തില് പങ്കുചേരുവാൻ അവിടുന്ന് തരുന്ന ആ വലിയ കാരുണ്യത്തിന് തമ്പുരാനെ നന്ദി പറയുക. പുത്രനായ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവന്, ഐക്യപ്പെടുന്നവന്, അവനിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? 3 വർഷക്കാലം കേസിൽ അകപ്പെട്ട മകന് ഈ ആലയത്തില് ഈ വചനത്തോട് ചേർന്ന്, ഈ കർത്താവിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് യേശുവിനോട് ഐക്യപ്പെട്ടപ്പോൾ ആ ശിക്ഷാവിധിയിൽ നിന്ന് ആ മകൻ പുറത്തു വന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? കരം അടിച്ചു പാടി പ്രാർത്ഥിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. അഭിഷേകത്തോടെ എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കരമുയർത്തി പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും
അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീരല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീരല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടക്കുന്നതേ സുവത്രേ ഞാൻ അവൻ കരങ്ങളിലാ. നടക്കുന്നതേ ശുഭത്രേ ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യേശുനാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഈ സമൂഹത്തില് ഇപ്പോൾ സംഭവിക്കുന്നു. യേശുനാമത്തില് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തില് ഈ സമൂഹത്തിന്റെ മേല് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും നൽകുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. നന്ദി പറയാം. ഒത്തിരിയേറെ മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഒത്തിരിയേറെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. കുടുംബത്തിൽ ഒത്തിരിയേറെ സമാധാനം നിലനിൽക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കുടുംബ ഐക്യം, അതിനായിട്ട് പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. കുടുംബത്തില് ഐക്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വ്യാപരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മക്കൾ പ്രാർത്ഥിക്കുവാൻ ഈശോ സന്ദേശം തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് സഹോദരങ്ങൾ ഏക മനസ്സായിരിക്കുന്നത് വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന അഭിഷേക തൈലം പോലെയാണ്, ഹെർമോൺ തുഷാരം പോലെയാണ്. അവിടെയാണ് കർത്താവ് തന്റെ അനന്തമായ സ്നേഹം, അനുഗ്രഹം ഒക്കെ പ്രദാനം ചെയ്യുന്നത്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സഹോദരങ്ങൾ ഏക മനസ്സായിരിക്കുന്നത് വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലൂടെ ഒഴുകി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകിയിറങ്ങുന്ന അഭിഷേക തൈലം പോലെയാ, ഹെർമോൺ തുഷാരം പോലെയാണ്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയെ, ഭിന്നിപ്പിന്റെ അരൂപികള്, ഭിന്നതയുടെ അരൂപികള്, കുടുംബത്തിൽ നിന്ന് വിട്ടുമാറി തലമുറയായിട്ടുള്ള ഭിന്നതയുടെ ദുരാത്മസേനകള്, പൈശാചിക ശക്തികള്, അന്ധകാരത്തിന്റെ ശക്തികള് കുടുംബത്തിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, കൃഷിയിടങ്ങളിൽ നിന്ന്, അധ്വാനത്തിന്റെ മേഖലയിൽ നിന്ന്, വസ്തുവകളിൽ നിന്ന് എല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ,
അവിടുത്തെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ അഗ്നിരൂപേണ അയച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനത്തിന്, ഐക്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ഈ നിമിഷത്തില് അഗ്നി അഭിഷേകം അയച്ചുകൊണ്ട്, പരിശുദ്ധാത്മ അഗ്നി അയച്ചുകൊണ്ട് ഈ നിമിഷം അവയെല്ലാം നിർവീര്യമാക്കി കത്തിച്ചാമ്പലാക്കി കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓരോ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയുമെന്ന് യെശയ്യാ ദീർഘദർശിയിലൂടെ അരുളി ചെയ്ത കർത്താവിന്റെ വചനം കുടുംബത്തിന്റെ മേല് ഭിന്നത പരത്തുന്ന ദുഷ്ടവിശ്വാസികളുടെ മേല് ഇപ്പോൾ വ്യാപരിക്കുന്നു. അഗ്നി അഭിഷേകം വ്യാപരിക്കുന്നു. സാത്താന്റെ കോട്ടകള് കത്തിച്ചാമ്പലാകുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, 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 ഈശോയെ എന്ന് വിളിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ ശക്തിയാല് അന്ധകാര ശക്തികള് കത്തിച്ചാമ്പലാകുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. എല്ലാവരും അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകത്തോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുക. ആത്മാവെ വ്യാപരിക്കണമേ. അഗ്നിയായി അഭിഷേകമായി കത്തിപ്പടരട്ടെ. ഓരോ കുടുംബങ്ങളിലും ദൈവാത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം അഗ്നിയായി കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് 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 വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? കരമടിച്ച് വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ജന്മമാർന്നിവരിന്നാർത്തുഘോഷിക്കാം, വിൺമഹത്വമാർന്നിവരിന്നാർത്തു പാടിടാം. വീണ്ടും ജന്മമാർന്നിവരിന്നാർത്തുഘോഷിക്കാം, വിൺമഹത്വമാർന്നിവരിന്നാർത്തു പാടിടാം. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വീണ്ടും ഒരു പന്തക്കുസ്ത ഞങ്ങൾക്കേകണേ, വീണ്ടും ജന്മം ഞങ്ങൾക്കേകണേ പാവന റൂഹായേ. വീണ്ടും ഒരു പന്തക്കുസ്ത ഞങ്ങൾക്കേകണേ, അഭിഷേകം വീണ്ടും ജന്മം ഞങ്ങൾക്കേകണേ പാവന റൂഹായേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. ഫലങ്ങളൊമ്പതും തരണേ പരിശുദ്ധാത്മാവേ, ദൈവ സ്വഭാവം തരണേ പാവനാത്മാവേ. ഫലങ്ങളൊമ്പതും തരണേ പരിശുദ്ധാത്മാവേ, ദൈവ സ്വഭാവം തരണേ കരമുയർത്തിയടിച്ചു പാടാം. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം,
അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വരങ്ങളൊമ്പതും തരണേ ദൈവത്തിനാത്മാവേ, ദൈവരാജ്യം പണിതുയർത്താൻ ശക്തിയേകണേ. വരങ്ങളൊമ്പതും തരണേ ദൈവത്തിനാത്മാവേ, ദൈവരാജ്യം പണിതുയർത്താൻ ശക്തിയെ. ചേർന്ന് പാടാം. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. 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 അഭിഷേകം പരിശുദ്ധാത്മാവേ, പുത്തനഭിഷേകം പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. അഭിഷേകം പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പുത്തനഭിഷേകം പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. ദൈവാത്മാവിനെ വിളിക്കുന്നു. അഭിഷേകം ദൈവമഹത്വത്തെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. റൂഹായെ വിളിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കുന്നു. സ്വയം നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് വീണ്ടും മുട്ടുമേലായിരിക്കാം. കർത്താവിന്റെ വലിയ കാരുണ്യത്തിന് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാം. എന്തുമാത്രം അനുഗ്രഹ ദൈവം ചൊരിയുന്നത്, എത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ ഇവിടെ പ്രവർത്തിക്കുന്നത്. തന്റെ സാന്നിധ്യത്തെ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധ കുർബാനയിലുള്ള തന്റെ മഹത്വത്തെ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ കാരുണ്യത്തെ അവിടുന്ന് കാണിച്ചു തരികയും വെളിപ്പെടുത്തി തരികയും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഈ ഒറ്റ കാര്യമാണ്: മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരത്തിന് ഉതകുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവരാജ്യം നമ്മളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന പാപത്തെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈശോ പറഞ്ഞു, ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോയാൽ ഞാൻ അപ്പനോട് പറയും അപ്പന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കാൻ. അപ്പന്റെ ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഈശോ പറയുകയാണ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അപ്പന്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. മാമോദീസായിലൂടെ ലഭിച്ച ദൈവിക സാന്നിധ്യം, വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടുകയാണ്. കർത്താവിന്റെ പ്രവാചകന്മാരുടെ അരുളിച്ചെയ്ത കർത്താവിന്റെ വചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. അന്ത്യനാളുകളില് സകല ജനത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ഈശോയെ, വലിയ അഭിഷേകങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ജീവജലത്തിന്റെ അരുവി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ആ ഹൃദയത്തിലെ സ്നേഹം ഒഴുകിയിറങ്ങാൻ തുടങ്ങി. ഇന്നും അത് തുറക്കപ്പെട്ട് കിടക്കുകയാണ്. കൈകളിലൂടെയും കാലുകളിലൂടെയും ആണിപ്പഴുതുകളിലൂടെ കർത്താവിന്റെ ആ തിരുശരീര രക്തത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുക. പിതാവിന്റെ വലത്തുഭാഗത്ത് പുരുഷനായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ ഉദ്ധാനം ചെയ്ത യേശു ഇതാ പരിശുദ്ധ കുർബാനയില് ഇതെന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ, നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവന്റെ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ വാഗ്ദാനമോ, ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും, അവർ ഉയർത്തെഴുന്നേൽക്കും. ഈശോയെ, ഈ അപ്പത്തിലൂടെ അവിടുന്ന് എന്തുമാത്രം കരുണയാ കാണിക്കുന്നത്, എന്തുമാത്രം കാരുണ്യമാണ്
അവിടുന്ന് ഞങ്ങളോട് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ പിതാവിലൂടെ അത് വെളിപ്പെടുത്തുകയാണ്. കാരുണ്യത്തിന്റെ വർഷമായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദൈവം തന്റെ ജനത്തോട് അനന്തമായ കാരുണ്യം നൽകുന്ന മണിക്കൂറുകളാണ്. പാപം പെരുകുമ്പോൾ കാരുണ്യം വർദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ നമ്മുടെ കുഞ്ഞുങ്ങള്. ഒരു പയ്യൻ പറഞ്ഞതാ, 45 കുട്ടികള് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിലോ. പാൻപരാഗ് ഉപയോഗിക്കാത്ത 4 മക്കൾ മാത്രമേ ആ ക്ലാസ്സിലുള്ളൂ. അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ഈ പുകയില വസ്തു, ലഹരി പദാർത്ഥം ചുണ്ടിനിടയിൽ വെക്കുന്ന മക്കളെ കുറിച്ച് ആ മകൻ പറയുകയാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ 4 മക്കൾ മാത്രമേ ഇത് ഉപയോഗിക്കാതെയുള്ളൂ. ബാക്കിയുള്ളവര് ഈ ലഹരി പദാർത്ഥത്തിന് അടിമകളാണ് മക്കളെ. പാപം പെരുകുമ്പോൾ കൃപ വർഷിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, ഇത് കാരുണ്യത്തിന്റെ വർഷമാണ്. ദൈവമായ കർത്താവ് പാപികളായ മക്കളോട് അനന്തമായ കാരുണ്യം ഇപ്പോഴും വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ മക്കളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. 45 കുട്ടികളില് 5 മക്കൾ മാത്രമേ ഇത് ഉപയോഗിക്കാതെ ഉള്ളൂ. ബാക്കി 40 പേരും പാപത്തിന്റെ, ജഡത്തിന്റെ ആസ്വാദനത്തിലാണ്, ലഹരി പദാർത്ഥത്തിന്റെ അടിമത്തത്തിലാണ്. മക്കളെ, ഇത് പറഞ്ഞാല് പറയുന്നവനെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ആരും ഇത് പുറത്തു പറയുന്നില്ല. പാപം പെരുകി മാതാപിതാക്കള് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് മക്കൾക്ക് ജന്മം കൊടുത്തപ്പോൾ ഈ അശുദ്ധാരൂപി മക്കളിൽ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. മക്കളെ, അനുദപിക്കുക, മാനസാന്തരപ്പെടുക. ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു. പരിശുദ്ധ കുർബാനയിലോ ദൈവം കരുണ കാണിക്കുകയോ, ഈ അപ്പത്തിനുള്ളിലോ യേശു കരുണ കാണിക്കുകയോ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം, അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കരുണ തോന്നണേ. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? സോദര സ്നേഹം മറന്നോ? സോദോം ഗൊമോറ ഉണർന്നോ? സോദര സ്നേഹം മറന്നോ? സോദോം ഗൊമോറ ഉണർന്നോ? അഹന്തതൻ പടവുകൾ കടന്നോ? ഞാനെന്ന ഭാവത്തിൽ മതി മറന്നോ? അഹന്തതൻ പടവുകൾ കടന്നോ? ഞാനെന്ന ഭാവത്തിൽ മതി മറന്നോ? രക്ഷകനരികിൽ
തിരിച്ചു വരൂ മാനസാന്തര വഴിയിൽ ദൈവപിതാവിനരികിൽ ബാബേൽ ഗോപുരം പണിയും മനുഷ്യ ദൈവത്തെ നീ മറന്നുവോ തിരുസന്നിധേ നിന്നകന്നുവോ സ്നേഹത്തിൻ ഭാഷ നീ മറന്നോ ഹൃദയത്തിൽ അന്ധത നിറഞ്ഞോ സ്നേഹത്തിൻ ഭാഷ നീ മറന്നോ നിൻ ഹൃദയത്തിൽ അന്ധത നിറഞ്ഞോ ജീവിത ബന്ധങ്ങളുലഞ്ഞോ നീറും നിരാശയിൽ തളർന്നോ ജീവിത ബന്ധങ്ങളുലഞ്ഞോ നീറും നിരാശയിൽ തളർന്നോ യേശുവിനരികിൽ തിരിച്ചു വരൂ പുതിയൊരു ജീവിതം നേടാ രക്ഷതൻ പൂർണ്ണത നേടാ ബാബേൽ ഗോപുരം പണിയും മനുഷ്യ ദൈവത്തെ നീ മറന്നുവോ തിരുസന്നിധേ നിന്നകന്നുവോ ബാബേൽ ഗോപുരം പണിയും മനുഷ്യ ദൈവത്തെ നീ മറന്നുവോ തിരുസന്നിധേ നിന്നകന്നുവോ തിരുസന്നിധേ നിന്നകന്നുവോ യേശുവേ കരങ്ങൾ ഉയർത്തി വിളിക്കാൻ എല്ലാവരും ചേർന്ന് വിളിക്കുന്നു യേശുവേ എന്ന് വിളിക്കുന്നു യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു ദാവീദിന്റെ പുത്രനെ വിളിക്കുന്നു ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവനെ വിളിക്കുന്നു ഇസ്രായേലിന്റെ പ്രകാശത്തെ വിളിക്കുന്നു സ്വരമുയർത്തി വിളിക്കുന്നു അഭിഷേകത്തോടെ വിളിക്കുന്നു ശക്തിയോടെ വിളിക്കുന്നു സ്നേഹത്തോടെ വിളിക്കുന്നു ബഹുമാനത്തോടെ വിളിക്കുന്നു എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെയും മുഴുവൻ നിയോഗങ്ങളെയും കർത്താവിന്റെ തിരുശരീര രക്തത്തിലേക്ക് സമർപ്പിക്കുക തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക തിരുമുറിവുകളിലേക്ക് സമർപ്പിക്കുക എല്ലാം ഈശോ ഏറ്റെടുക്കുകയാണ് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അതുപോലെ ദിവ്യകാരണനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുക വലിയ അഭിഷേകവും കൃപയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ നിയോഗത്തിനും വേണ്ടി വിദേശ രാജ്യങ്ങളിലോ ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആത്മാവിന്റെ ശക്തി അവരെല്ലാം വെളിപ്പെടട്ടെ പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ശക്തി ഓരോ മക്കളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയോട് ചേർന്ന് വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു ഈ ശുശ്രൂഷയുടെ അഭിവൃദ്ധിക്കായിട്ട് സാമ്പത്തിക മേഖലയിൽ സഹായിക്കുന്ന മക്കളെ ആത്മീയമായിട്ട് സഹായിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയുടെ അഭിവൃദ്ധി ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിനെയും അവരുടെ എല്ലാ നിയമങ്ങളെയും ശുശ്രൂഷയെ സഹായിക്കുന്ന ഓരോ മക്കളെയും ഗാന ശുശ്രൂഷകരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം എന്നെയും നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ കുടുംബത്തെയും
സമർപ്പിച്ചുകൊണ്ട് കരങ്ങളുയർത്തി ഈ ശുശ്രൂഷ സഹായിക്കുന്ന വൈദികരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളുയർത്തി വികാരിച്ചനെയും പച്ചന്മാരെയും സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി അഭിമന്യ പിതാവിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളുയർത്തി സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അതിരൂപതയിലെ എല്ലാ വൈദികരെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനോ മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആത്മീയവും ഭൗതികമായ മേഖലകളെ ഈശോ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ശക്തമായിട്ട് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ ആശീർവദിച്ച് ഇതാ അനുഗ്രഹിക്കുന്ന അത്ഭുത നിമിഷം ആണിപ്പഴുതുള്ള കരങ്ങളാൽ ഈശോ നമ്മെ അനുഗ്രഹിച്ച് സൗഖ്യം നൽകുന്നു. ഈശോയേന്ന് വിളിക്കാം, 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 ഈശോയേന്ന് വിളിക്കാം. സ്വരമുയർത്തി വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, സർവശക്തിയോടെ വിളിക്കാം, ദൈവമായ കർത്താവിനെ വിളിക്കാം. സ്വേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന.